നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അതെങ്ങനെ? നീ ഇപ്പോ പഴയ ആളല്ലെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. എന്ന് വെച്ചാ നല്ലവനായെന്ന് അവർക്ക് തോന്നണം. അങ്ങനെ നടന്നാലേ അഞ്ജനെ എനിക്ക് അവര് കല്യാണം കഴിച്ച് തരൂ? ഒരിക്കലും ഇല്ല. പക്ഷേ അഞ്ജനയെ മറ്റാരും കല്യാണം കഴിക്കാത്ത ഒരവസ്ഥയിലേക്ക് നമ്മള് കാര്യങ്ങൾ എത്തിക്കണം. എന്ന് വെച്ചാ വെടക്കാക്കി തനിക്കാക്കുക എന്ന് മലയാളത്തിൽ പറയും. അവളൊരു ചീത്ത പെണ്ണാണെന്ന് നാട്ടുകാര് മുഴുവൻ പറയണം. അവൾക്കേ ഒരു കല്യാണാലോചനയും വരാൻ പാടില്ല. ആ സമയത്ത് അവര് നിനക്ക് അവളെ കല്യാണം കഴിച്ചു തരും. പക്ഷേ അതിനുള്ള പരിപാടികളൊക്കെ നമ്മൾ നേരത്തെ തുടങ്ങണം. നീ ഞാൻ പറയുന്നത് പോലെ കേട്ടാ മതി, എല്ലാം ശരിയാവും. അമ്മയുടെ മനസ്സില് എന്താണ് പ്ലാൻ? കൊള്ളാം, അമ്മയുടെ പ്ലാൻ കൊള്ളാം. ഇത്രയും കുരുട്ടുബുദ്ധി ഈ തലയ്ക്കകത്തുണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല. ഹേ പ്രഭു, ഹേ ക്യാ ഹേ? പോട്ടെ. ഏതായാലും എല്ലാം കഴിയട്ടെ. അച്ഛൻ പറഞ്ഞിട്ട് മതി ടിക്കറ്റൊക്കെ. അല്ലെങ്കിലും ഇത്ര നേരത്തെ ബുക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ലല്ലോ. പഴയതുപോലൊന്നും അല്ലല്ലോ, ഒരുപാട് ഫ്ലൈറ്റ് ആയില്ലേ. അമ്മ കിച്ചണിലേക്ക് പോയി. നീ രാത്രി വിളിച്ചാൽ മതി. ശരി. ഇപ്പൊ വന്ന് ജോലിക്കാർക്കൊന്നും ഒരു ഉത്തരവാദിത്തം ഇല്ലാതായിപ്പോയി. ഞാൻ ഇപ്പൊ നോക്കിയപ്പോ കിച്ചണിൽ വരെ മാറാല പിടിച്ചു. ഒരു വീട്ടില് മാറാല കേറിയാലേ ദുരിതവാ. ഇവിടെയും എന്തോ ദുരിതം വരാനുള്ള പോക്കാണെന്നാ തോന്നുന്നത്. ഒരു ദുരിതം വരാനുള്ള സാധ്യതയൊക്കെ കണ്ടു തുടങ്ങുന്നുണ്ട്. നമ്മുടെ മോൻ വിളിച്ചിരുന്നു. ആ, എന്നിട്ടെന്താ എനിക്ക് തരാത്തത്? നിന്നെ അവൻ വീഡിയോ കോളിലും മറ്റുമൊക്കെ വിളിക്കുന്നതല്ലേ? ആ, ഇന്നലെ വിളിച്ചോണ്ടിരുന്നപ്പോഴേ സിഗ്നൽ അങ്ങ് പോയി. ആ എതിയേട്ടാ, അവൻ വരുന്ന കാര്യം എന്തേലും പറഞ്ഞോ? ഞാൻ ചോദിച്ചത് എതിയേട്ടൻ കേട്ടില്ലേ? മോൻ വരുന്ന കാര്യം എന്തെങ്കിലും സംസാരിച്ചോന്ന്? അവൻ ഇങ്ങോട്ട് വരാനുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടെന്നാ ചോദിച്ചത്. ആഹാ, എന്നിട്ട് എതിയേട്ടൻ എന്തു പറഞ്ഞു? എന്തു പറയാൻ, സമയാവട്ടെ എന്ന് പറഞ്ഞു. അവൻ ഇങ്ങോട്ട് വരുന്ന കാര്യം പറയുമ്പോ എതിയേട്ടൻ എന്താ ഒരു താല്പര്യക്കുറവ് പോലെ? എന്താ, ഞാൻ അവനെ സ്വീകരിക്കാൻ ആനയും അമ്പാരിയും ഒക്കെ വരുത്തണോ? അത്രത്തോളം മഹത്തായ കാര്യങ്ങളാണല്ലോ അവനിവിടെ ചെയ്തിട്ട് പോയത്. എതിയേട്ടന്റെ സംസാരം കേട്ടാ അവൻ എന്റെ ആദ്യ കെട്ടിലെ മോനാണെന്ന് തോന്നുമല്ലോ. അവൻ എന്റെ മാത്രമല്ല, നിങ്ങളുടെയും കൂടി മോനാ. ആരുടെ മോനെന്ന് പറഞ്ഞാലും നെറുകേട് തന്നെയാ. അവൻ കഴിഞ്ഞ വരവിൽ ഉണ്ടാക്കിയിട്ട് പോയ പ്രശ്നങ്ങളൊന്നും ഇവിടെ ആരും മറന്നിട്ടുണ്ടാവില്ല. അതിനിടയിൽ ഇനി അവൻ ഇങ്ങോട്ട് തിരിച്ചു വന്നാൽ അത് കൂടുതൽ പ്രശ്നമാവുകയുള്ളൂ. പ്രശ്നമാകുമെന്ന് കരുതി അവൻ എത്ര നാൾ ഇവിടുന്ന് മാറ്റി നിർത്താൻ പറ്റും? ഇത് അവന്റെ വീടാ, അവന് വന്നേ പറ്റൂ. 5, 6 ഒന്നുമില്ല, ഒന്നേ ഉള്ളൂ. ഒന്നേ ഉള്ളുവെങ്കിൽ ഉലക്കയ്ക്ക് അടിച്ചു വളർത്തണമെന്ന് പറയുന്നത് എത്ര ശരിയാ? തൽക്കാലം അവൻ അവിടെ നിൽക്കട്ടെ, അല്ലെങ്കിൽ പ്രശ്നങ്ങളാ. ഞാൻ നോക്കിട്ടെ, ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമുണ്ട്. നമുക്ക് ആ വഴിക്കൊന്ന് ചിന്തിച്ചാലോ? നമുക്ക് ദർശനയുടെ അനിയത്തി അഞ്ജനെ അവനെ കൊണ്ട് കെട്ടിച്ചാലോ?
നടക്കുന്ന കാര്യം വല്ലതാണോ നീ പറയുന്നത്? അവൾക്ക് സംസാരിക്കാൻ കഴിയില്ലെന്നുള്ള കാര്യം നീ മറന്നുപോയോ? അത് മാത്രമല്ല കുറവായിട്ടുള്ളൂ. ദർശനയുടെ പേരിലല്ലേ ഈ മരവത്തൂരിലെ സമ്പത്ത് മുഴുവൻ. സമ്പത്തിട്ട് മൂടിയാൻ നികരാത്ത കുറവ് വല്ലതും ഉണ്ടോ ഈ ലോകത്ത്? മാത്രമല്ല അവൾക്ക് സംസാരശേഷി ഇല്ലാത്തോണ്ട് അവര് തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായെങ്കിൽ തന്നെ അത് പുറം ലോകം അറിയാനും പോകുന്നില്ല. ദർശന ഇതിന് സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എന്തായാലും ആരെങ്കിലുമൊക്കെ പറഞ്ഞ് നമ്മുടെ മകന്റെ ഗുണഗണങ്ങളൊക്കെ ദർശന ഇതിനകം അറിഞ്ഞിട്ടുണ്ടാവും. ഏയ്, അതിനൊന്നും വഴിയില്ല. ഒരു പക്ഷേ അറിഞ്ഞാലും അവനൊരു ചെറുപ്പക്കാരനല്ലേ, കല്യാണം കഴിയുമ്പോ എല്ലാം മാറുമെന്ന് വിചാരിച്ചോളും. പോരാത്തതിനെ എന്തൊക്കെ പറഞ്ഞാലും അവളൊരു വൈകല്യമുള്ള കൊച്ചല്ലേ. എന്നാലും പെട്ടെന്നൊരു കല്യാണമൊക്കെ. ദർശനെ കൊണ്ട് ഞാൻ സമ്മതിപ്പിച്ചോളാം. അങ്ങനെയാണെങ്കിൽ അവൻ വരട്ടെ, വന്നിട്ട് ആലോചിക്കാം. എതിയേട്ടാ, അവനെ കൊണ്ട് ഊമക്കുയിലിനെ കെട്ടിക്കുന്നതേ അവന് വിശ്വം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ MD സ്ഥാനത്ത് ഇരുത്താൻ കൂടിയാ. കൊള്ളാം. അപ്പോ പഴഞ്ചൊല്ലിൽ പതിരുണ്ട്. പെൺബുദ്ധി പിൻബുദ്ധി അല്ല, മുൻബുദ്ധി തന്നെയാ. ഞാൻ മാർക്കറ്റിലുണ്ട്. 1 മണിക്കൂർ കൂടി കഴിയും. ശരി സർ. ദർശന മേഡം. ഞാൻ അങ്ങോട്ട് വിളിക്കാം. ദർശന IPS പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. അതുമായി ബന്ധപ്പെട്ട് കുറച്ചുനാൾ ലീവില. മാർക്കറ്റിലെ കാര്യങ്ങളൊക്കെ ഇനി പഴയതുപോലെ ഞാൻ തന്നെ നോക്കുന്നത്. ശരി. ഇന്നത്തെ കളക്ഷന്റെ കണക്കല്ലേ? അതെ സർ. ഇതാണ് സർ. ഡെയിലി കളക്ഷൻ ആദ്യം വരേണ്ടത് 30,32,000 രൂപയാണ്. അതിൽ 28,600,000 രൂപ കളക്ഷൻ ഉണ്ട്. സ്ഥിരമായി കുടിശ്ശിക വരുന്നവരോട് റീസൺ എഴുതി വാങ്ങണം. വാങ്ങിയ പോരാ, റീസൺ ജെന്യൂൻ ആണോ എന്ന് താൻ പരിശോധിച്ച് റിപ്പോർട്ട് കൊടുക്കണം. ഓക്കെ. പിന്നെ തിരിച്ചടവിൽ കൃത്യത കാട്ടുന്നവർക്ക് പുതിയ ലോൺ ഇൻട്രസ്റ്റ് 2% കുറച്ച് നൽകുന്ന പുതിയ സ്കീമിനെ കുറിച്ച് ചർച്ച ചെയ്യണം. ഓക്കെ ചെയ്യാം സർ. ആവശ്യക്കാരുടെ കയ്യിൽ നിന്ന് ആപ്ലിക്കേഷനും വാങ്ങണം. ശരി സർ. പിന്നെ ഞാൻ ഇടപെടേണ്ട കാര്യമില്ലല്ലോ സർ. ഈ മാർക്കറ്റിനകത്തുള്ള ഗണപതി കോവിലിൽ നിന്നുള്ള ആൾക്കാർ വന്നിരുന്നു. എന്നെ വിളിച്ചിരുന്നു. മകം നാളിലെ സമൂഹ സദ്യ വിശ്വം ഗ്രൂപ്പ് ഓഫ് കമ്പനി വക സമ്മതിച്ചിട്ടുണ്ട്. അതെ സർ. ഇതാ സർ. ആയിക്കോട്ടെ. ഇയാളെന്താ ഇവിടെ? അബ്ദുള്ള? അതെ. ചിലത് ആകസ്മികങ്ങളാണോ? ചിലത് കണ്ണുകളുടെ വെറും തോന്നലുകളും. അങ്ങനെ വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. കഴിവതും കാഴ്ചകളിൽ നിന്നും മാഞ്ഞു നിൽക്കാൻ ശ്രമിക്കുക. വേണ്ട. അടിമത്വമാണ് ഔദാര്യം. ഈ ദുനിയാവിലൊന്നും തന്നെ ആകസ്മികങ്ങളല്ല. പടച്ചോൻ കുറിച്ചിട്ട സംഭവങ്ങളെ ആരൊക്കെയോ ചേർന്ന് വിളിച്ചതാണ് ആകസ്മികമെന്ന്. അനിവാര്യമായത് സംഭവിക്കുക തന്നെ ചെയ്യും.